ഹലോ ഗായ്സ്, LBSൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഓരോ സെൽഫ് ഫിനാൻസിങ് കോളേജിലും ടോക്കൺ ഫീ അടക്കാതെ വന്ന ഒഴിവിൻ്റെ എണ്ണം പറഞ്ഞ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണിത്. അത് പാർട്ട് 1 കാണാത്തവർ വേഗം പോയി കാണുക, കാരണം അതിലും കുറേ കോളേജസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഒഴിവ് ടോക്കൺ ഫീ അടക്കാതെ വന്ന ഒഴിവാണ്. ഇതിന് പുറമെ കോളേജ് ജോയിൻ ചെയ്യാത്തതുകൊണ്ട് വരുന്ന ഒഴിവും വരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒഴിവ് കാണാൻ പറ്റില്ല. കാരണം ആ വാക്കൻസി ലിസ്റ്റ് ഇടണമെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിയണം. പക്ഷേ ആ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിയുന്നതിനൊപ്പം തന്നെ ആണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റും കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം അത് കാണാൻ കഴിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ ഒഴിവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആ കോളേജ് ഓപ്ഷനിൽ ഉൾപ്പെടുത്താതിരിക്കണ്ട. കാരണം ആ കോളേജിൽ നിന്ന് NOC വാങ്ങിയോ മറ്റോ ഒഴിവ് വരുമ്പോൾ ആ കോളേജിൽ ഓപ്ഷൻ കൊടുത്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള കോളേജ് മാത്രം കൊടുക്കുക. കാരണം സ്പെഷ്യലിൽ ഒന്നിൽ കിട്ടിയ ഒരു കോളേജിൽ ലഭിച്ചു, ആ കോളേജിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് നടക്കുന്ന ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. വീഡിയോയുടെ അവസാനം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടോട്ടൽ ടോക്കൺ ഫീ അടക്കാതെ വന്ന ഒഴിവിൻ്റെ എണ്ണം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ കോളേജസൊക്കെ നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കോളേജാണ് കൊയിലി കോളേജ് ഓഫ് നേഴ്സിംഗ്, കണ്ണൂർ. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്. ഇതിൽ 2 സീറ്റ് വേക്കൻസി ഉണ്ട്, അഥവാ 2 കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല. അടുത്ത കോളേജ് ലിറ്റിൽ ലോർഡ്സ് കോളേജ് ഓഫ് നേഴ്സിംഗ്, കോട്ടയം. ഇവിടെ ടോട്ടൽ 20 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് ലക്ഷ്മി മേഘം കോളേജ് ഓഫ് നേഴ്സിംഗ്, കാനങ്ങാട്. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 6 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് മാർ ബേസിലിയാസ് കോളേജ് ഓഫ് നേഴ്സിംഗ്, എറണാകുളം. ഇവിടെ ടോട്ടൽ 40 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് വേക്കൻസി ഉണ്ട്. അടുത്ത കോളേജാണ് കോളേജ് ഓഫ് നേഴ്സിംഗ് മാലിക് ദിനാർ, കാസർഗോഡ്. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് മിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ്, മലപ്പുറം. ഇവിടെ ടോട്ടൽ 40 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ്, പത്തനംതിട്ട. ഇവിടെ ടോട്ടൽ 30 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് വേക്കൻസി ഉണ്ട്. അടുത്ത കോളേജ് മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നേഴ്സിംഗ്, അടൂർ. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 3 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് കോളേജ് ഓഫ് നേഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെൻറ്റർ, മൂവാറ്റുപുഴ. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് നിർമ്മല കോളേജ് ഓഫ് നേഴ്സിംഗ്, മാരിക്കുന്ന്. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സിമ്മറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ്, നെയ്യാറ്റിൻകര. ഇവിടെ ടോട്ടൽ 51 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് പരബ്രഹ്മ കോളേജ് ഓഫ് നേഴ്സിംഗ്, കൊല്ലം. ഇവിടെ ടോട്ടൽ 20 സീറ്റുണ്ട്, അതിൽ 2 സീറ്റ് വേക്കൻസി ഉണ്ട്. അടുത്തത് പിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ്, പാലക്കാട്. ഇവിടെ ടോട്ടൽ 20 സീറ്റുണ്ട്, അതിൽ 2 സീറ്റ് വേക്കൻസി ഉണ്ട്. അടുത്തത് രുക്മണി കോളേജ് ഓഫ് നേഴ്സിംഗ്, തിരുവനന്തപുരം. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 3 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് ശ്രീ സാരദ കോളേജ് ഓഫ് നേഴ്സിംഗ്, തിരുവനന്തപുരം. ഇവിടെ ടോട്ടൽ 20 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സാൻജോ കോളേജ് ഓഫ് നേഴ്സിംഗ്, പെരുമ്പാവൂർ. ഇവിടെ ടോട്ടൽ 29 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സരസ്വതി കോളേജ് ഓഫ് നേഴ്സിംഗ്, തിരുവനന്തപുരം. ഇവിടെ ടോട്ടൽ 30 സീറ്റുണ്ട്, അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സിമറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ്, കാസർഗോഡ്. ഇവിടെ ടോട്ടൽ 51 സീറ്റുണ്ട്, അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സാൻജോ കോളേജ് ഓഫ് നേഴ്സിംഗ്, പാലക്കാട്. ഇവിടെ ടോട്ടൽ 30 സീറ്റുണ്ട്, അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സാന്തി കോളേജ് ഓഫ് നേഴ്സിംഗ്, കോഴിക്കോട്. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് SH കോളേജ് ഓഫ് നേഴ്സിംഗ്, ആലപ്പുഴ. ഇവിടെ ടോട്ടൽ 20 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സിമറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ്, ചെറിയമുണ്ടം. ഇവിടെ ടോട്ടൽ 81 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സിമറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ്, തളിപ്പറമ്പ്. ഇവിടെ ടോട്ടൽ 51 സീറ്റുണ്ട്, അതിൽ 4 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് തിയോഫിലസ് കോളേജ് ഓഫ് നേഴ്സിംഗ്, കോട്ടയം. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 2 സീറ്റ് വേക്കൻസി ഉണ്ട്. അടുത്തത് തിരുഹൃദയ കോളേജ് ഓഫ് നേഴ്സിംഗ്, SH മെഡിക്കൽ സെൻറ്റർ. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് വേക്കൻസി ഉണ്ട്. അടുത്തത് തളിപ്പറമ്പ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ്, കണ്ണൂർ. ഇവിടെ ടോട്ടൽ 15 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ, നെടുങ്കണ്ടം. ഇവിടെ ടോട്ടൽ 30 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഇവിടെ ടോട്ടൽ 34 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് വള്ളുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ്, പാലക്കാട്. ഇവിടെ ടോട്ടൽ 50 സീറ്റുണ്ട്, അതിൽ 7 സീറ്റ് വേക്കൻസി ഉണ്ട്. അടുത്തത് വിനായക കോളേജ് ഓഫ് നേഴ്സിംഗ്, വയനാട്. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്, അതിൽ 1 സീറ്റ് വേക്കൻസി ഉണ്ട്.
അങ്ങനെ ടോട്ടൽ ഈ വീഡിയോയിൽ പറഞ്ഞ 30 കോളേജിലും കൂടി ടോട്ടൽ 56 സീറ്റ് വാക്കൻസി ഉണ്ട്. കേരളത്തിലെ ടോട്ടൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലും കൂടി തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടോക്കൺ ഫീ അടക്കാത്തത് കൊണ്ട് വാക്കൻസി വന്ന സീറ്റിൻ്റെ എണ്ണം 106 നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ പാർട്ട് 1 കോളേജസും ഈ പാർട്ട് 2 വീഡിയോയിലെ കോളേജസും മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക. കാരണം ഈ കോളേജസിലൊക്കെ ടോക്കൺ ഫീ അടക്കാത്തത് കൊണ്ട് തന്നെ വാക്കൻസി വന്നേക്കണ്. പിന്നെ ഇനി NOC വാങ്ങിപ്പോയത് കൊണ്ടോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ടോ വാക്കൻസി വരാണെങ്കിൽ അത് ഈ ടോക്കൺ ഫീ അടക്കാത്തതിന് പുറമേ വരുന്ന വാക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളേജസ് നിങ്ങളുടെ ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് നിങ്ങൾ ഈ കോളേജസൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈം 18 മുതൽ 20 വരെയാണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 23 വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ കേരളത്തിനകത്തോ പുറത്തോ നേഴ്സിങ്ങിനോ മറ്റോ പാരാമെഡിക്കൽ കോഴ്സിന് സീറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. താഴെ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ലിങ്ക് കൊടുക്കാം, ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും LBS നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്